വരാനിരിക്കുന്ന ICC ഏകദിന ലോകകപ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു സുപ്രധാന അധ്യായമായിരിക്കും. 2026 തുടക്കത്തിൽ നാം നിൽക്കുമ്പോൾ ടീം ഇന്ത്യയുടെ ഘടനയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനകൾ വ്യക്തമാണ്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നീ രണ്ട് ഇതിഹാസങ്ങളുടെ കരിയറിലെ അവസാന ഏകദിന ലോകകപ്പ് എന്ന നിലയിൽ ഇത് ആരാധകർക്ക് വൈകാരികമായ ഒരു ടൂർണമെന്റാണ്. എന്നാൽ ഈ ലോകകപ്പിനുള്ള ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ സെലക്ടർമാർക്കും കോച്ച് ഗൗതം ഗംഭീറിനും കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പല പ്രമുഖ താരങ്ങളും ലോകകപ്പ് സ്ക്വാഡിൽ നിന്ന് പുറത്തായേക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ലോകകപ്പ് കേവലം ഒരു കിരീട പോരാട്ടം മാത്രമല്ല, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ രോക്കോ പടിയിറക്കം കൂടിയായിരിക്കും. നിലവിൽ ഏകദിന ഫോർമാറ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇരുവരും ഒരു ലോകകപ്പ് കൂടി ഷെൽഫിൽ എത്തിച്ച് വിരമിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഗൗതം ഗംഭീർ എന്ന പരിശീലകനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമാണ്. ടീമിനെ അടിമുടി പരിഷ്കരിക്കാനും യുവരക്തത്തിന് പ്രാധാന്യം നൽകാനുമുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ചില മുതിർന്ന താരങ്ങളുടെ സ്ഥാനം തെറിക്കാൻ കാരണമായേക്കും. മലയാളി ക്രിക്കറ്റ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന താരമാണ് സഞ്ജു സാംസൺ. എന്നാൽ ഏകദിന ലോകകപ്പ് ടീമിൽ സഞ്ജുവിനെ കാണാൻ സാധ്യത തീരെ കുറവാണ്. 2023 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയ മനോഹരമായ സെഞ്ചുറിക്ക് ശേഷം സഞ്ജുവിന് ഏകദിനത്തിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. 2 വർഷത്തോളമായി ഏകദിന സ്ക്വാഡിൽ നിന്ന് അദ്ദേഹം പുറത്താണ്. KL രാഹുൽ 1ാം നമ്പർ കീപ്പറായി തുടരുമ്പോൾ ബാക്കപ്പ് കീപ്പർ സ്ഥാനത്തേക്ക് ഇഷാൻ കിഷനാണ് മുൻഗണന. T20 സഞ്ജുവിനെ പരിഗണിക്കുമ്പോഴും ഏകദിന ഫോർമാറ്റിൽ മാനേജ്മെന്റിന് അദ്ദേഹത്തിൽ അത്ര വിശ്വാസമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ മാച്ച് വിന്നറായ ഋഷഭ് പന്തിനും ഏകദിന ലോകകപ്പിൽ സ്ഥാനം ഉറപ്പില്ല. പരിക്കിന് ശേഷമുള്ള തിരിച്ചുവരവിൽ ടെസ്റ്റിൽ പന്ത് തിളങ്ങുന്നുണ്ടെങ്കിലും ഏകദിനത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ്. ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനത്തിലൂടെ ഇഷാൻ കിഷൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഓപ്പണിംഗിലും മിഡിൽ ഓർഡറിലും ഒരുപോലെ തിളങ്ങാൻ കഴിയുന്ന ഇഷാൻ ഒരു ബാക്കപ്പ് കീപ്പറായി കൂടുതൽ അനുയോജ്യനാണെന്നാണ് ഗംഭീർ കരുതുന്നത്. ഏകദിനത്തിൽ മധ്യനിരയിൽ രാഹുൽ കാഴ്ചവെക്കുന്ന സ്ഥിരത പന്തിന്റെ അവസരങ്ങൾ കുറയ്ക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ രവീന്ദ്ര ജഡേജയ്ക്ക് അടുത്ത ലോകകപ്പ് ആകുമ്പോഴേക്കും 39 വയസ്സാകും. പ്രായം കൂടുന്തോറും ജഡേജയുടെ ഫീൽഡിംഗിലെയും ബൌളിംഗിലെയും വേഗത കുറയുന്നത് സെലക്ടർമാരുടെ ആശങ്കയാണ്. അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ ജഡേജയുടെ റോളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. പ്രായം പരിഗണിച്ച് ജഡേജയെ മാറ്റി നിർത്തി യുവ ഓൾറൗണ്ടർമാരെ പരീക്ഷിക്കാനാണ് ടീം ലക്ഷ്യമിടുന്നത്. ഒരുപക്ഷെ ലോകകപ്പിന് മുൻപ് തന്നെ ജഡേജ ഏകദിനത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കാം. ഋതുരാജ് മികച്ച പ്രകടനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ടീമിലെ സ്ഥിരമായ ഒരു സ്ഥാനം ഇപ്പോഴും അന്യമാണ്. രോഹിത് ശർമ്മയും ഗില്ലും ഓപ്പണിംഗിൽ ഉറച്ച സ്ഥാനക്കാരാണ്. ബാക്കപ്പ് ഓപ്പണറായി ജയ്സ്വാളിനെയാണ് ടീം വളർത്തുന്നത്. പലപ്പോഴും രണ്ടാം നിര ടീമുകളിൽ മാത്രം അവസരം ലഭിക്കുന്ന ഋതുരാജിന് സീനിയർ താരങ്ങൾ തിരിച്ചെത്തുമ്പോൾ സ്ഥാനം നഷ്ടപ്പെടുന്നു. ഈ പ്രവണത ലോകകപ്പ് ടീമിലും തുടരാനാണ് സാധ്യത. ഹർദിക് പാണ്ഡ്യയ്ക്ക് പകരക്കാരനാകാൻ ശേഷിയുള്ള ഓൾറൗണ്ടർ എന്ന നിലയിലാണ് നിതീഷ് കുമാർ റെഡ്ഡി വളർന്നു വരുന്നത്. എന്നാൽ ലോകകപ്പ് പോലൊരു വലിയ വേദിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ ടീം മടിച്ചേക്കും. അന്താരാഷ്ട്ര ഏകദിന മത്സരങ്ങളിലെ പരിചയക്കുറവ് നിതീഷിന് തിരിച്ചടിയാകും. ബാറ്റിംഗിൽ തിളങ്ങുമ്പോഴും ബൌളിംഗിൽ റൺസ് വിട്ടുകൊടുക്കുന്നതിൽ നിതീഷ് പിന്നിലാണ്. ഒരു സ്പെഷ്യലിസ്റ്റ് ഓൾറൗണ്ടർ എന്ന നിലയിൽ അദ്ദേഹം ഇനിയും സ്വയം തെളിയിക്കേണ്ടതുണ്ട്. ഗില്ലിന്റെ കീഴിൽ ഒരു യുവനിരയെ വാർത്തെടുക്കാനാണ് ഗൗതം ഗംഭീർ ശ്രമിക്കുന്നത്. വിരാടും രോഹിത്തും മധ്യനിരയും മുൻനിരയും നയിക്കുമ്പോൾ ബാക്കിയുള്ള സ്ഥാനങ്ങളിലെ കടുത്ത മത്സരമാണ് നടക്കുന്നത്. സാധ്യതാ പട്ടിക എന്നത് ബാറ്റർമാർ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഗിൽ, ശ്രേയസ് അയ്യർ, ജയ്സ്വാൾ എന്നിവർ. വിക്കറ്റ് കീപ്പർമാർ KL രാഹുൽ, ഇഷാൻ കിഷൻ. ഓൾറൗണ്ടർമാർ ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ. ബൌളർമാർ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, കുൽദീപ് യാദവ്, രവി ബിഷ്ണോയി. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും വരാനിരിക്കുന്ന ലോകകപ്പ്. സഞ്ജുവിനെയും ജഡേജയും പോലുള്ള പ്രിയപ്പെട്ട താരങ്ങൾ പുറത്താകുന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ്. എന്നാൽ കിരീടം നേടുക എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ വ്യക്തിഗത പ്രകടനങ്ങളെക്കാൾ ടീം ബാലൻസിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് ഗൗതം ഗംഭീർ വ്യക്തമാക്കുന്നു. രോഹിത്തിന്റെയും കോഹ്ലിയുടെയും അവസാന ലോകകപ്പിൽ ഇന്ത്യക്ക് കിരീടം ചൂടാൻ കഴിയുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.